ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് ബീച്ചിലോട്ട് പോകാനാണ് ഗൈസ്. പക്ഷേ ഞാൻ ബീച്ചിലെത്തിയോ ഇല്ലയോ നിങ്ങൾക്ക് ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ബീച്ചിൽ പോകാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ഇറങ്ങി. ഞാൻ നിൽക്കുന്ന വന്നിട്ട് ആന്ധ്രയിലാണ് ഗൈസ്. ആന്ധ്രയിൽ വിശാഖപട്ടണം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ ഒരു ഔട്ടർ ഏരിയയിലാണ്. ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് സിറ്റിയിലോട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയാണ് ബീച്ചൊക്കെ. അപ്പം പോകുന്ന വഴിക്കത്തെ ഈ പശുക്കുട്ടന്മാരെയൊക്കെ നിങ്ങൾ കണ്ടില്ല. ഇതൊക്കെ ഇവർ സ്വന്തം വകയാണ്. ഈ റോഡെന്നുള്ള രീതിയിലാണ് അവർ കിടക്കുന്നത് അവിടെ. അവർ നമ്മളൊന്നും മൈൻഡാക്കത്ത പോലുമില്ല. ഇതൊക്കെ എവിടുത്തെ പശുക്കളാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് റോഡൊന്നും അത്യാവശ്യം പോരെങ്കിലും ആ സിറ്റിയിലോട്ട് പോകുന്ന വഴിക്കുള്ള റോഡൊക്കെ അടിപൊളിയാണ് ഗൈസ്. നല്ല അടിപൊളി സിനാരിയോസും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ 45 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളത് വിശാഖപട്ടണത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ആദ്യം തന്നെ ഞാൻ ചെന്നത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ഒരു പുതുതായിട്ടൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളൊരു ഏർപ്പാടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആ സ്ഥലത്തിൻ്റെ പേര് എഴുതിയതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ആ ഒരു ചടങ്ങ് ഞാനും തെറ്റിച്ചില്ല. ഞാനും അതുപോലെ തന്നെ ചെയ്തു ഗൈസ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഫോട്ടോ എടുത്ത സ്ഥലം അത്യാവശ്യം വൈബൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അതിനുശേഷം ബീച്ചിലോട്ട് പിന്നെ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവം കണ്ടു. അപ്പോൾ ഇതെന്താണ് ഇതിനകത്തെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് കയറാനായിട്ട് തീരുമാനിച്ചു. ടിക്കറ്റൊക്കെ എടുത്തു. 20 രൂപ ഉണ്ടായിരുന്നുള്ള ഗൈസ്. ഞാൻ വിചാരിച്ചതിനകത്ത് കളിക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്ടൊക്കെയോ കാണുന്നു. പക്ഷേ അതൊന്നും ഇല്ലായിരുന്നു ഗൈസ്. സംഭവം വന്നിട്ട് ഇങ്ങനെ മൈതാനം പോലും കിടക്കുകയാണ് നടക്കാനായിട്ട്. നല്ല അടിപൊളിയാണ് കാണാൻ. നമുക്ക് കണ്ണിനിങ്ങനെ ഒരു ഭയങ്കര ഒരു പച്ചപ്പാണ്. ഫുൾ അങ്ങനെ ഒരു പച്ചപ്പാണ്. പണ്ട് നമ്മൾ കാർട്ടൂണിലൊക്കെ കാണത്തില്ല ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തൊക്കെ പിക്നിക്കിന് പോകുന്നതൊക്കെ. അതൊക്കെയാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. സംഭവം അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ ഈ സ്ഥലത്ത് മെയിനായിട്ട് ആൾക്കാർ വരുന്നത് നടക്കാനും പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വരും. അവർക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതേപോലെ ഫോട്ടോഷൂട്ടിന് വരുന്നവരും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തകൃതിയായിട്ട് തന്നെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് നടന്ന് അതിൻ്റെ അങ്ങ് അറ്റം വരെ ഞങ്ങൾ ഇതിനകത്ത് ഈ വീഡിയോക്കകത്ത് നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ കുട്ടി കുട്ടി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നടന്ന് അങ്ങ് എത്തുമ്പോൾ നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റും അവിടെ നിന്നുകൊണ്ട്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ മതി നടന്ന് നമുക്ക് തിരിച്ച് നടക്കാം, ബീച്ചിലോട്ട് പോവാം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു നടക്കുവാണ് ഗൈസ്. പിന്നെ ഇടയ്ക്ക് ചേട്ടന് ദാഹിച്ചു. അപ്പോൾ ആ കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ വെള്ളം മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. അതിനുശേഷം പിന്നെ ഞാൻ പിന്നെയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ബീച്ചിലോട്ടാണല്ലോ പോകുന്നത്. ബീച്ചിൽ പോകാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. പക്ഷേ ചതിച്ചു ഗൈസ്. കണ്ടില്ലേ ബ്ലോക്ക്. ബീച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എന്തോ വലിയ റാലി. ബീച്ച് കൺമുന്നിലുണ്ട് പക്ഷെ കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തോ റാലി നടക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞെങ്കിൽ പിന്നെ നിന്നെ കറക്കി കൊണ്ടുപോകുന്നു പറഞ്ഞ് വേറൊരു വഴി കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ. ആ റാലി കറങ്ങി അതേ വഴി തന്നെ തിരിച്ചു പോന്നു. പിന്നെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പം ഞങ്ങൾ ബീച്ചിൽ പോകാനുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തു ഗൈസ്. അപ്പം ഞാൻ നിരാശയായിട്ടിരുന്ന് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് പറഞ്ഞു ഇവിടെ ഒരു മല്ലോസിൻ്റെ കടയുണ്ട്, മാപ്പിലൊന്ന് അടിച്ചു നോക്കും, നമുക്കത് തപ്പി പോവാമെന്ന്. അങ്ങനെ ഞങ്ങളത് തപ്പി പോവുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയി. മലയാളി ഫുഡ്, നമ്മളെ കേരള ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ളൊരു ഇതിൽ ഞങ്ങളത് കണ്ടുപിടിച്ച് അവിടെ ചെന്നത് ഈ കട്ട്ലറ്റ് ആയിരുന്നു ഞാൻ ആദ്യം വാരിപ്പറക്കി തിന്നത്. അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൊറോട്ടയും അപ്പോ ഇടിയപ്പോ ഒക്കെയാണ് അവിടെ നിന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇപ്പം സമയം 6 മണി എന്തോ ആയിട്ടുള്ളൂ, രാത്രിയല്ലേ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പാഴ്സലാണ് മേടിച്ചത്. അതിനുശേഷം ഞാൻ ഈ മേഴ്സലിയുടെ ഐസ്ക്രീമൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അത് കണ്ടുകൊണ്ട് അത് കയറി ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ, കുറേ നാളെ കഴിച്ചിട്ട്. അപ്പം അതിനുശേഷം പിന്നെ ഈ ഒരു സ്വീറ്റ് ഷോപ്പിൽ വന്നു. വേറൊന്നിനുമല്ല, എനിക്ക് ഇവിടുന്ന് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം മേടിച്ച് തരാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നിൽക്കുന്നിടത്തും ഇതൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ നിന്നൊന്നും മേടിച്ച് തരാറില്ല. അവിടുത്തെ ഒന്നും അത്ര നല്ലതല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിനുശേഷം ഫുഡൊക്കെ മേടിച്ചു. ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പം വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി അപ്പം തന്നെ ഞാൻ കഴിക്കാൻ മേടിച്ച ഫുഡെന്ന് പറയുന്നത് ഇടിയപ്പവും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പൊറോട്ട, അപ്പവുമായിരുന്നു. പക്ഷേ എനിക്ക് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടില്ല. ഇതിലും വൃത്തിക്ക് ഞാനും ചേട്ടനും ചിക്കൻ കറി ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം സംഭവം വന്നിട്ട് ബാക്കിയൊക്കെ കൊള്ളായിരുന്നു, ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.